ഡി സതീശൻ്റെ ആദ്യത്തെ ബജറ്റ് കേൾക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് ആദ്യമായി സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം? സതീശൻ മുഖ്യമന്ത്രി ആവുന്നതൊരു പുതുയുഗ യാത്ര നടത്തി വലിയൊരു ഇലക്ഷൻ വിജയത്തിന് ശേഷമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ പറ്റി വലിയ പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അതേ സമയം തന്നെ ബഡ്ജറ്റിൽ അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നുള്ളൊരു സൂചനയും അദ്ദേഹം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഈ ബഡ്ജറ്റിനെ പറ്റി എനിക്ക് തോന്നുന്നത് ഒന്ന് മറ്റ് കഴിഞ്ഞ കാലങ്ങളിലുള്ള ബഡ്ജറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജ്, കാര്യങ്ങൾ പറയുന്നു, കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പറയുന്നു, വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. ഓരോരോ ബുള്ളറ്റ് പോയിൻ്റ് പോലെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നു. പല കാര്യങ്ങളിലും അധികം എത്ര പണം നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളിൽ ഇത്ര രൂപ എടുത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടിയിലും മാനിഫെസ്റ്റോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. അത് യുവാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ജെൻസി. ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജെൻസി എന്ന വാക്ക് പലതവണ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞു. സാധാരണ നമ്മൾ രാഷ്ട്രീയ നേതാക്കളൊന്നും ഉപയോഗിക്കുന്ന വാക്കുകളൊന്നുമല്ല ഇതൊന്നും. ജെൻസിക്ക് വേണ്ടി ഞാൻ അവരുടെ ഇന്നോവേഷൻ ഹബ്ബ് തുടങ്ങുന്നു, ജെൻസിയിലെ അവരുടെ ടെക്നോളജി രംഗത്തുള്ള അവരുടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൾച്ചർ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശത്ത് പോകുന്ന കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി വിദേശ സർവകലാശാലകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നു. റിസർച്ച് സ്ഥാപനങ്ങൾ, അക്കാഡമിക് ഗവേഷണ രംഗത്ത് മേന്മയാർന്ന സ്ഥാപനങ്ങളും അതിനുള്ളൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ യുവജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ രക്ഷകർത്താക്കളും അവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമെല്ലാം ചർച്ചയ്ക്ക് പാത്രമായിട്ടുണ്ട്. ഓൾറെഡി ഒരു ചർച്ചയായിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നത് തുറമുഖ വികസനം എന്നല്ല, പോർട്ട് ഡെവലപ്മെൻ്റ് എന്നല്ല അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഷിപ്പ് ബിൽഡിങ്, കപ്പൽ നിർമ്മാണ രംഗത്ത് കേരളം ആഗോളതലത്തിൽ, അത് അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ ആഴ്ചകളായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാരിടൈം വിഷൻ എനിക്കുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി കണ്ടതിന് ശേഷം മാധ്യമങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തെ കപ്പൽ നിർമ്മാണ രംഗത്ത് മുൻപന്തിയിലെത്തിക്കുന്നുള്ള, കാരണം നമ്മുടെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡൊക്കെ ഉണ്ട്, നമുക്ക് വിഴിഞ്ഞമുണ്ട്, ഒരു 13 മൈനർ പോർട്ടുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കുറേ സമയമെടുത്ത് പല സമയങ്ങളിലായി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു, പല സമയത്തായിട്ട് അദ്ദേഹം പറഞ്ഞത്. അത് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത് ഒന്ന് കുറച്ച് അച്ചടക്കമുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്, ബഡ്ജറ്റ് സ്പീച്ച് എന്ന രീതിയിൽ. ഒരു ഫ്യൂച്ചർ കേരള വിഷന് എത്രമാത്രം ഒരു പ്ലാറ്റ്ഫോം ആവുന്നുണ്ട് ഈ ഒരു ബജറ്റ്? എനിക്ക് തോന്നുന്നത് ഒരുപാട് സൂചനകൾ നൽകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് വലിയ വ്യവസായശാലകളും അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടാകുന്ന മാനുഫാക്ചറിങ് സെൻറ്റേഴ്സൊന്നും സാധ്യമല്ല. കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിഭവ സമാഹരണം നടക്കുന്നത് ടൂറിസം മേഖലയിലും സർവീസ് സെക്ടറിലുമാണ്. നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനക്കാർ ടൂറിസ്റ്റായിട്ട് എത്തുന്നത്, ഗസ്റ്റായിട്ട് എത്തുന്നത് ഇവിടുത്തെ ഗ്രീനറിയും പച്ചപ്പും നമ്മുടെ ഇവിടുത്തെ ജലാശയങ്ങളൊക്കെ കാണാനാണ്. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു നോളജ് ഡെവലപ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ലൊരു സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. അതൊരു പൊല്യൂട്ടിങ് സെക്ടറല്ല. മാത്രമല്ല നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ പൊതുവെയുള്ള നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമെല്ലാം കുട്ടികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അതിനെ നമ്മൾ ഇത്രയും നാളായിട്ടും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. ഒരു മേഖലയെ നമുക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളത്
പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷേ ഈ ഗവൺമെൻറ് അതിന് ശക്തമായ നേതൃത്വം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഫ്യൂച്ചർ ഇതാണ്. അതേപോലെ ഹെൽത്തിൽ അദ്ദേഹം ഹെൽത്ത് സിറ്റീനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സിനിമ സിറ്റീനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സർവീസ് സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ സർവീസ് സെക്ടറിൽ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളം മറ്റു രീതിയിൽ നമ്മൾ മലിനീകരിക്കപ്പെടുകയോ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇടിച്ചു നിരത്തി എന്തെങ്കിലും വലിയ വ്യവസായശാലകൾ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ അത് വലിയ രീതിയിലുള്ള ഹൈ ഇൻകം ഏൺ ചെയ്യുന്ന ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്മളൊരു സർവകലാശാല കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ 2 വർഷം കൊണ്ട് ഒരു 10,000 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സർവകലാശാല ക്യാമ്പസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഗവൺമെൻറ് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് പെട്ടെന്ന് ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്ന് പറയുമല്ലോ, ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സിലാണ് കേരളം. ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിലും മാത്രമല്ല നമ്മുടെ ആൾക്കാരുടെ ആസ്പിറേഷൻ ലെവൽ നോക്കുമ്പോൾ നമുക്ക് ഹൈ ഇൻകം, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസമുള്ള ബിരുദധാരികളായിട്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. കാരണം ഇതേ ജോലി എവിടെയായാലും പോയി ചെയ്യണം, അപ്പോൾ എനിക്ക് കൂടുതൽ ഇൻകം കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സിൽ തുടങ്ങണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞ പ്രഖ്യാപനങ്ങൾ എത്രമാത്രം പ്രായോഗികമാണ്? കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമി എന്ന് പറയുമല്ലോ, പൊളിറ്റിക്കൽ ഇക്കണോമിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി എതിർക്കാൻ സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരും പ്രഖ്യാപനങ്ങളിലൊക്കെ പലതിലും കുറേയൊക്കെ ഒരു സിമിലാരിറ്റി ഞാൻ കാണുന്നുണ്ട്. അവരുമൊക്കെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണമെന്നൊക്കെ ഒരു ഇടതുപക്ഷമൊക്കെ ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് തുറന്നു പറഞ്ഞ എൻ്റെ ഓർമ്മയിൽ വരുന്നത് KN ബാലഗോപാൽ മന്ത്രിയായതിനു ശേഷം നടത്തിയ 2ാമത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പലതവണ പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും പ്രാവർത്തികമായില്ല. ഇതുതന്നെയാണ് ഇവിടുത്തെ നമ്മുടെ ചലഞ്ച്. അപ്പോൾ ഇതൊരു ഉരുക്കുമുഷ്ടിയോടുകൂടി നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ കേരളയിലൊക്കെ കണ്ടല്ലോ. കേരളിനെ പറ്റി എനിക്ക് വിയോജിപ്പുണ്ട്. എന്നാലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചർച്ചകളും സമവായങ്ങളും ഒക്കെ ഉണ്ടാവണം. പോലീസിനെ ഇറക്കിയൊന്നും നമുക്ക് കാര്യങ്ങൾ മറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിലും പല മന്ത്രിമാരും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയതുകൊണ്ട് അവർ ജനങ്ങളുമായി നിരന്തരം ചർച്ച ചെയ്യും. ഇതിന് വിശദമായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ, അതായത് കോൺഫറൻസോ സെമിനാറോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശരിയായ റിയാലിറ്റി എന്താണെന്നുള്ളത് പബ്ലിക്ക് മനസ്സിലാവണം. കേരളത്തിൻ്റെ പ്രശ്നം കേരളത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. കാരണം നമ്മൾ മറ്റിപ്പോൾ ഡൽഹി പോലും പോയി നമ്മൾ സംസാരിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പോളിസി ചെയ്യുന്നതുകൊണ്ട് പല വേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ കേരളത്തെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല ശുദ്ധമായ വായു, ആൾക്കാർ നല്ലതാണ്, ഇവിടുത്തെ പൊളിറ്റിക്സ് നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസമില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് പോവുക മാത്രമല്ല, അടി കിട്ടുമെന്ന് തന്നെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെയൊക്കെ അവിടുന്ന് ഓടിച്ചു വിടുമെന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ക്രെഡിബിലിറ്റി ഒരു ഗവൺമെൻറ്റിന് കൊണ്ടുവരണമെങ്കിൽ ഗവൺമെൻറ്റിന് പബ്ലിക്കിൻ്റെ കോൺഫിഡൻസും കൂടി വേണം. അതാണ് ഈ പ്രഖ്യാപനങ്ങളും ഈ ആശയങ്ങളൊക്കെ നല്ലതാണ്. പുതിയ ആശയങ്ങളുണ്ട്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇനി എങ്ങനെയാണിത് നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച്.